കേരളം ട്രാൻസ്ജെൻഡേഴ്സിന് സൗഹൃദമാണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? കേരളത്തിലെ ഞാൻ പറയട്ടെ, ഈ കൊറോണ സമയത്തിനും മുമ്പ് വരെ, അല്ലെങ്കിൽ കൊറോണയ്ക്ക് തൊട്ട് ശേഷം വരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇത് എവിടെയാണ് ട്വിസ്റ്റ് ആയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഭയങ്കര എതിരാ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ അന്ന് ഒരുപാട് സപ്പോർട്ട്, ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു സപ്പോർട്ട് വന്നിട്ട്, ഇത് എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇവർക്ക് വിദേശ ഫണ്ട് ഉണ്ട്, അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിൽ ഒരു വിഭാഗം ആള് രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിട്ട് ഇവർ നല്ല ആളുകളെ പോലെ ചീത്ത പറയിപ്പിക്കാനായിട്ട് ഒരു വിഭാഗം കാണുമായിരിക്കും. അവർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ പിടിച്ചു പറയും കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിരിക്കാം. അവരായിരിക്കും മറ്റവരും കൂടെ പേര് കളയുന്നത്. എന്തോ അറിയത്തില്ല, ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. പിന്നെ മനുഷ്യൻ, ഏത് മനുഷ്യനാണെങ്കിലും ആ രീതി നമ്മൾ കാണുക ഒരാൾക്ക് ഇടപെടുമ്പോൾ. പിന്നെ ഇവരുടെ അടുത്ത് ചെല്ലുന്നവരൊന്നും അത്രയ്ക്ക് നല്ല ഇതിനു വേണ്ടി ഒരിക്കലും അല്ല. ഇപ്പൊ ഇക്ക പറഞ്ഞു വൈറ്റ് കോളർ എന്ന് പറഞ്ഞു. വൈറ്റ് കോളർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരല്ല എന്ന് പറഞ്ഞു, വലിയ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, കൊച്ചിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ പുലർച്ചെ സമയങ്ങളിലൊക്കെ ഈ വലിയ വലിയ ആഡംബര കാറുകളിൽ വന്നിട്ട് സുന്ദരിമാരായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുപോകുന്നവർ. അപ്പൊ ഞാനത് എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അവർക്കാണ് ഒന്നുകൂടി പ്രയോറിറ്റി കൂടുതൽ. അപ്പൊ ശരിക്കും അത് എന്താണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഇവരാരും ഞാൻ കൊണ്ടുപോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ അറിയില്ല.